ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു പഴയ ഐറ്റം ഉണ്ടാക്കി. പഴയ ചിക്കനാണ് കേട്ടോ. അതായത് പണ്ടത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. മെഡിസിൻ വാല്യൂ ഉള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു നോക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ നാടൻ കോഴിയാണ് നമുക്ക് കിട്ടേണ്ട. ശരിക്കും നാടൻ കോഴി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നാടൻ കോഴി കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്പ്രിങ് എടുത്തു കേട്ടോ. സ്പ്രിങ് കോഴി എടുത്തു. അങ്ങനെ സ്പ്രിങ് കോഴി എങ്കിൽ സ്പ്രിങ് കോഴി, കാരണം എല്ലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാവണം ഈ ഒരു ഡിഷ് കേട്ടോ. അപ്പൊ നമ്മൾ നാടൻ കോഴിയൊക്കെ ക്ലീൻ ആക്കി, നാടൻ കോഴിയല്ല, സ്പ്രിങ് കോഴിയൊക്കെ ക്ലീൻ ആക്കി വീട്ടിലേക്ക് എത്തിട്ടോ. നമുക്ക് കുറെ ഐറ്റം വേണം ഇതിന്. അപ്പോൾ ആദ്യത്തെ ഐറ്റമാണ് ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ നല്ല അത്യാവശ്യം വേണം. അങ്ങനെ ചെറിയ ഉള്ളി നന്നാക്കി തുടങ്ങിട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഒരു 100-200 എന്തായാലും വേണ്ടി വരും. അത്യാവശ്യം വേണം. ആ കാണുന്ന പാത്രത്തിൽ ഏകദേശം 3/4 ചെറിയ ഉള്ളി തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറിയുള്ളി നന്നാക്കി നമുക്കിനി വെളുത്തുള്ളി കൂടി നന്നാക്കാം. വെളുത്തുള്ളി അതിനെ അപേക്ഷിച്ച് കുറച്ച് മതി, എന്നാലും വെളുത്തുള്ളി അത്യാവശ്യം വേണം കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി നന്നാക്കി എടുക്കുകയാണ്. ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ. ഇതിൽ വെളുത്തുള്ളി നമുക്ക് അരച്ചെടുക്കുന്ന ആ ഒരു ടീമിലേക്ക് മാറ്റാനുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എന്തൊക്കെയുണ്ട്, ഈ ഉള്ളി ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റവും നമ്മൾ എന്ത് ചെയ്യും? അമ്മയിൽ അരച്ചെടുത്തിട്ട് ആ അരപ്പാണ് ചിക്കനിലേക്ക് ചേർക്കുന്നത് കേട്ടോ. കുരുമുളക്, അതേപോലെ തന്നെ ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം, മല്ലി, പിന്നെ വെളുത്തുള്ളി. നമ്മൾ ഉള്ളി മാത്രമാണ് ഇതൊന്ന് മാറ്റി വെക്കുന്നത്. ബാക്കി എല്ലാവരും എന്താണ്? അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മല്ലി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്താലും നമുക്ക് അരയ്ക്കാൻ ഒന്നുകൂടി സുഖമാകും കേട്ടോ. അപ്പോ നമ്മള് പഴയ രുചിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ അരപ്പൊക്കെ അരച്ചെടുത്തത് നമ്മുടെ അമ്മിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അമ്മിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അമ്മിയിലൊന്ന് അരച്ചെടുത്ത് നോക്കുക. മിക്സിയിൽ അരച്ചെടുക്കാൻ സുഖമാണ്. പക്ഷെ നമുക്ക് പഴയ ആ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മിയിൽ തന്നെ എന്ത് ചെയ്യണം? അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മല്ലി വറുത്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഓരോ ഐറ്റം ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ടാണ്, ഒന്നിച്ചാണ് നമ്മൾ അമ്മിയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ കുരുമുളക് ചേർത്തു, ജീരകം ചേർത്തു, ഉലുവ ചേർത്തു, ചെറിയ ജീരകം ചേർത്തു. ഇനി എന്ത് ചെയ്യുക? വെളുത്തുള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. അങ്ങനെ അമ്മിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ അമ്മി ഇപ്പോ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കലുണ്ട് നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോൾ. അപ്പോൾ അമ്മിയെ ക്ലീൻ ആക്കി നമ്മൾ അരപ്പ് തുടങ്ങി കേട്ടോ. അതേപോലെ തന്നെ നല്ല രീതിയിൽ അമ്മി കൊണ്ടു നടക്കുകയാണെങ്കിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു ഇനി അരയ്ക്കാൻ പോവുകയാണ്. നല്ല രീതിയിൽ അരച്ചെടുക്കട്ടെ. അങ്ങനെ അരപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ അരപ്പ് മാറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് അവിടെ കൊണ്ടുവയ്ക്കാം നമുക്ക്. അതിന് ചിക്കനിലേക്ക് ഈ അരപ്പ് ചേർക്കാം നമുക്ക്. ചിക്കനിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് നമ്മുടെ വൃത്തിയായിട്ടുള്ള ചിക്കനിലേക്ക് ഉള്ളിയാണ് നമ്മൾ നേരത്തെ നന്നാക്കിയിട്ടുള്ള ഉള്ളിയാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ആ ഉള്ളി ഇട്ടു. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അരപ്പ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ഉള്ളി ഏകദേശം 3/4 ഉള്ളി ഉണ്ട്. ഉള്ളിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഒരു വേറൊരു ഫ്ലേവർ ആവും, ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഉള്ളി ചേർത്തു. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കൂടി ഇടുകയാണ് കേട്ടോ. 2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് ഉപ്പ് ഇട്ടു കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ചിലപ്പോൾ കുറവാകാൻ ഞങ്ങൾ ഇടുന്നത്, കൂടുതലൊക്കെ ആവാം. അതൊക്കെ നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇടുക കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ആദ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ മസാല അല്ലെങ്കിൽ ഈ ഒരു അരവ് എന്ത് ചെയ്യണം? നമ്മൾ ചിക്കനിലേക്ക് ചേരണം കേട്ടോ. അപ്പൊ നമ്മൾ ആ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി എന്ത് ചെയ്യാണ്? ഈ ഒരു അരപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? കുഴച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ കുഴച്ചു കൊടുക്കുക മീൻസ് നമ്മുടെ ഈ ഒരു ഇറച്ചിയിൽ ആ ഒരു അരപ്പ് നന്നായിട്ട് പിടിക്കട്ടെ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എത്രയും മിക്സ് ചെയ്യുന്നു അത്രയും ഇതിൽ മസാല പിടിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട 1-2 ഐറ്റം കൂടിയുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെയ്യുണ്ട്. നെയ്യ് വളരെ കുറച്ച് കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് നെയ്യും ഉപയോഗിച്ചിരുന്നു. അപ്പൊ നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് മാറും. ഇതൊരിക്കലും നല്ലൊരു ടേസ്റ്റ് ഉള്ള, നല്ല ടേസ്റ്റ് മീൻസ് നല്ലൊരു രുചിയുള്ള ഒരു ഐറ്റം ഒന്നും അല്ല. കയ്പായിരിക്കും, കുറേശ്ശെ കയ്പാവും.
കാര്യം നമ്മൾ ഉലുവയൊക്കെ ഇടുന്നുണ്ട്, ഉഴുവിടുന്നുണ്ട്, നെയ്യ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു ഐറ്റമാണ്, ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഒരിക്കലും അത് നമ്മൾ മറ്റേ ചിക്കനൊക്കെ തിന്നുന്ന പോലെ ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ നെയ്യ് ഒഴിച്ചു നല്ലപോലെ മിക്സ് ചെയ്യാണ്. നമ്മുടെ എല്ലിനും ആരോഗ്യത്തിനൊക്കെ നല്ല ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. കർക്കിടക മാസത്തിലൊക്കെ പഴയ ആളുകൾ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം കൂടി വേണം അതിലേക്ക്. ഒരു അര കപ്പ് വെള്ളം കൂടി എന്ത് ചെയ്യാണ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സിങ് നല്ല രീതിയിലാവട്ടെ. വെള്ളമൊക്കെ എല്ലായിടത്തും എത്തി നമുക്ക് നീറ്റായിട്ട് എന്ത് ചെയ്യാം, ഇത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഒരിക്കലും നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു രുചി നമ്മൾ കടായി ചിക്കൻ മറ്റു ചിക്കൻ വെക്കുന്ന പോലെയൊന്നും ഇത് പ്രതീക്ഷിക്കരുത്. ചെറിയൊരു കഴിപ്പുണ്ടാവും. അങ്ങനെ ഒരു 2 അല്ലി കറിവേപ്പില കൂടി നമുക്ക് വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇത് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ ഗ്യാസ് കത്തിച്ചു. ഇനി നമ്മുടെ ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ എന്ത് ചെയ്യാണ്, അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോ ഏകദേശം പണിയുടെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ, ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് അരപ്പുകൾ ഉള്ളതാണ്, ഒരുപാട് കട്ടിയുള്ള അരപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇത്, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. കാരണം തിക്ക് ഗ്രേവിയാണ് ഇപ്പൊ ചിക്കന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക, ഒന്ന് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു കാണുന്ന വെള്ളം എല്ലാം വറ്റി അവസാനം ഒരു ഗ്രേവി രൂപത്തിലുള്ള ഒരു കറിയായിട്ട് ഇത് മാറും. ആ സമയത്ത് നമ്മൾ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മല്ലി അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം ഉള്ള ഒരു ഗ്രേവിയാണ് അതിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് ചൂടാകുന്നതനുസരിച്ച് നമുക്ക് എന്ത് തീ കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അപ്പോൾ അതിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. തീ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും, ഷുവറാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മരുന്ന് ചിക്കൻ എന്താവും, വെള്ളത്തിലാവും കേട്ടോ. അപ്പോ ഏകദേശമൊക്കെ നമ്മളത് വെള്ളം വറ്റി വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതൊരു നമ്മൾ എന്നും കഴിക്കുന്ന ഒരു ഐറ്റമായിട്ട് കണക്ക് കൂട്ടരുത്. മറിച്ച് വർഷത്തിലൊരിക്കലൊക്കെ നല്ല തടി നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐറ്റമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രുചി നമുക്ക് ഇഷ്ടാവും കേട്ടോ. പക്ഷെ പല ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാത്തൊരു രുചിയാണ് ഇതിൻ്റെത്. കാരണം ഉലുവയൊക്കെ ഇടുന്നതുകൊണ്ട് ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ ഏകദേശം നമ്മുടെ ചിക്കൻ വറ്റി വന്നിട്ടുണ്ട്. എല്ലൊക്കെ അത്യാവശ്യം മൂത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക. നല്ലൊരു ഐറ്റമാണ്, അങ്ങനെയൊന്നും എവിടെയും കാണാത്തൊരു ഐറ്റമാണ്. പഴയ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അമ്മയ്ക്ക് ഇത് അറിയാന്ന് പറഞ്ഞപ്പോ മാത്രമല്ല പഴയ ആളുകൾ പല രീതിയിൽ ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. പഴയ ആളുകൾ പല രീതിയിൽ പല മരുന്നുകൾ വാങ്ങിച്ചിട്ടൊക്കെ ഇടുന്ന ആളുകളുണ്ട്. നമുക്ക് മരുന്നൊന്നുമില്ല, മറിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടോ. ഇനി അതിലേക്ക് അവസാന ഘട്ട ഇതെന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചെറിയൊരു താളിച്ചിടാനുണ്ട്. ഈ ചെറിയ ഉള്ളി അതേപോലെ തന്നെ 2 അല്ലി കറിവേപ്പില കൂടി എന്ത് ചെയ്യുക, ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനുള്ള ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. 2-3 അല്ലെങ്കിൽ 4-5 ഉള്ളി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം. എന്നിട്ട് ചട്ടി ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഏകദേശം വെന്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചിക്കന്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു, നമുക്ക് ഇറക്കി വെക്കാം. ഇനി ആ അടുപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ചെറിയ ഉള്ളി ചേർത്തിട്ട് ചെറിയ ഉള്ളി നല്ല രീതിയിൽ വാടി വരുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ചേർക്കുന്നത്. അപ്പോൾ നല്ല പോലെ തീ കത്തി ചെറിയ ഉള്ളി വാടി വരട്ടെ. നമ്മുടെ 2 ഇല്ലി കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കും കേട്ടോ. അപ്പോ വീണ്ടും പറയാണ്, ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഐറ്റം ആണ്. നമ്മൾ മറ്റേ ചിക്കൻ ഐറ്റം പോലെ അത് പ്രതീക്ഷിക്കരുത്. അപ്പൊ കറിവേപ്പില കൂടി ഇട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നു. ഇനി എന്ത് ചെയ്യാണ്, ഇതെടുക്കുക, നേരെ നമ്മൾ ചിക്കനിലേക്ക്, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചിക്കനിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് ഡയറക്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞു. ഇതോട് കൂടിയിട്ട് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈ ഒരു മരുന്ന് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ
തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത് കേട്ടോ. തേങ്ങാച്ചോറ് ആണ് ഇതിലേക്ക് പറ്റിയ. മഴക്കാലത്ത് കർക്കിടക മാസമാണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉലുവയൊക്കെ ശരീരത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പണ്ട് കഴിച്ചത് അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയോട് കൂടിയിട്ടുള്ള ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒരു സമയത്ത് നമുക്ക് തോന്നി ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിട്ടോ, പക്ഷെ ഒന്നുമില്ല. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ വെളിച്ചെണ്ണയുടെ അളവൊക്കെ കുറയും. അതേപോലെ തന്നെ ഈ കയ്പ്പ് കുറയ്ക്കാൻ, നമ്മൾ ഉലുവയുടെ കയ്പ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ആ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് ഏകദേശം വേറെ രീതിയിലേക്ക് മാറും കേട്ടോ. വലിയ കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ നമ്മുടെ കർക്കിടക ചിക്കൻ അല്ലെങ്കിൽ കർക്കിടക കോഴി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നേരെ പോയി പറമ്പിൽ നിന്ന് ഒരു വാഴയില വെട്ടിട്ടോ. നമ്മൾ ഇങ്ങനെയല്ല വെറൈറ്റി അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാഴയില വെട്ടു കേട്ടോ. പറമ്പിൽ അത്യാവശ്യം വാഴയൊക്കെ ഉണ്ട്. വാഴയില കേകിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫുഡ് വിളമ്പണം കേട്ടോ. അതിന്റെ മുന്നേ ഇലയൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, തുടച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇലയൊക്കെ തുടച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കനും ചോറും, തേങ്ങാച്ചോറാണ്, തേങ്ങാച്ചോറിലേക്ക് തന്നെയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും പറ്റും, എന്നാൽ തേങ്ങാച്ചോറാണ് ഒന്നും കൂടി ഒരു പഴമയുടെ ഒരു ഇത് കാണിക്കുന്നത്. തേങ്ങാച്ചോറാണ്. അങ്ങനെ തേങ്ങാച്ചോറിലേക്ക് നമ്മുടെ ചിക്കന് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്ന്, നേരത്തെ കണ്ട വെളിച്ചെണ്ണയൊന്നും വലിയ രീതിയിൽ കാണാനില്ല കേട്ടോ, ഒക്കെ വറ്റി ഇതിൽ മിക്സായി നമ്മുടെ ആദ്യത്തെ ചിക്കന് ഇതാ വിളമ്പുകയാണ് കേട്ടോ. പറ്റുന്നവർ ചെയ്തു വെക്കുക. ഒരു അടിപൊളി ഐറ്റമാണ്, പഴയ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഇതൊക്കെ മറന്നു, ഇപ്പോഴത്തെ ആളുകളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ഇത് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് തരിക. പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റുന്ന ആളുകൾ വീഡിയോ